എടാ അപ്പം നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ റിക്രൂട്ട്മെന്റ് സാധാരണ നമ്മുടെ റിക്രൂട്ട്മെന്റ് എല്ലാം നമ്മൾ സിറ്റിയിൽ ഗ്യാങ്വേഴ്സിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു, കൈകൊട്ടി വിളിച്ചോണ്ട് പോകുന്നു. ലൈക്ക് ഇതാണ്, മനസ്സിലായോ? അപ്പൊ ആർക്ക് കൈകൊട്ടിയില്ല? എന്നെ നിന്നെ വിളിച്ചോണ്ട് പോയില്ലേ നമ്മള് സിറ്റിയില്? എന്നെ വിളിച്ചു കയറ്റിയില്ല. എന്നെയും അങ്ങനാണെങ്കിൽ ബാൻ മാറുന്ന ആദ്യത്തെ ദിവസം ഇവിടെ ആരെയൊക്കെ കൈ കൊട്ടി വിളിച്ചോണ്ട് പോയിട്ടില്ലേ അവരെ എല്ലാരോടും ഒരുമിച്ച് നമ്മൾ കൈ കൊട്ടി വിളിച്ചോണ്ട് പോകും. അപ്പൊ നമ്മള് എല്ലാ വട്ടം റിക്രൂട്ട്മെന്റ് അങ്ങനെ വന്നിട്ട് റിവീൽ അപ്പൊ നമ്മള് എല്ലാ ദിവസവും ഈ പറയണത് പോലെ ഈ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം തൽക്കാലം നമുക്ക് എല്ലാവർക്കും ബാൻ ആയതുകൊണ്ടും സിറ്റിയിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടും നമ്മൾ ഈ വട്ടത്തെ ഈ റിക്രൂട്ട്മെന്റ് അനൗൺസ്മെന്റ് ഡിസ്കോഡിൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്, എല്ലാരും എത്തിയോ? നമ്മുടെ പിള്ളേരെല്ലാം എത്തിയോ? വരാണ്ടോ? ഇല്ല, വേറെ വീസിൽ താഴത്തെ വീസിൽ ആരെങ്കിലും ഇരിപ്പുണ്ടോ നോക്കിയോ? കിണ്ടിയിടവനെയൊക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ശരി ടി വി റെഡ്മോൺ എടേ നിങ്ങൾ ഗസ് ചെയ്യണം. നമ്മൾ എന്തായാലും പറഞ്ഞില്ലേ, ഇനിയിപ്പോ എന്ത് ഗസ് ചെയ്യാൻ? എന്തിനു നമ്മൾ പറയാൻ പോകും? ഇനിയിപ്പോ എന്ത് ഗസ് ചെയ്യാൻ? അലക്സാണ്ടർ ഒന്നും അല്ല, കുക്കുവാ നിന്നെയൊക്കെ. അപ്പൊ ടി വി അപ്പാപ്പനാ എടേ എന്തിനാ നിനക്കൊക്കെ എന്തൊരു പ്രശ്നം? ടി വി തൊപ്പി ലൂക്ക് ആന്റണി അല്ല, ഞാൻ പറയാം, സിയോൺ സിറ്റിയില് കൊറേ നാളായിട്ട് എടാ അമ്പത്തൂര് ഈ വി സി ജോയിൻ ചെയ്യുമ്പോ ഈ അണ്ടി പ്ലേ ആവണ സാധനം എടുത്ത് ഓഫ് ചെയ്തിട്ട് ഇനി വി സി വരാവും. ഇനി ആ ശബ്ദം കേട്ടാ ഇനി നിന്നെ ആയിരിക്കും ആദ്യം കിട്ടുന്നത്, മനസ്സിലായ? നമ്മൾ ഇത്രയും നേരം ഒരുമിച്ച് നമ്മള് സംസാരിച്ചിട്ട് ആർപ്പിക്കാത്താണ് നമ്മള് നോർമലി ഒരുമിച്ച് കാണുന്നത്. നമ്മളെ മിക്കവാറും എല്ലാ ദിവസവും നിന്നെ കണ്ടിട്ട് കുറെ നാളായി. സക്കീർ, നീ ഒന്ന് സംസാരിച്ചടാ. സക്കീർ ഇവൻ പി സി വരുമ്പോഴേ ഇപ്പൊ ജോക്കി സംസാരിക്കണ പോലെയാണ് ഇവന്റെ ശബ്ദം. ഇവന്റെ ആദം സാപ്പിളൊക്കെ വളർന്ന് അവന്റെ ആപ്പിളുള്ളത് നമുക്കറിയാം. തൊണ്ടയില മറ്റേ ആദം അതന്നെ പറഞ്ഞ നീ എന്ത് നമ്മള് വേറെ ഒന്നും ഉദ്ദേശിച്ചില്ലല്ലോ. അപ്പൊ നമ്മള് വളരെ നാൾക്ക് ശേഷം നമ്മുടെ മനയിലേക്ക് ഒരു അതിഥി വരാൻ പോവാണ്. അതിഥി പക്ഷെ ഈ അതിഥിക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല, നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ കുറേ നാളായിട്ട് കുറേ വർഷങ്ങളായിട്ട് RP എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. കുറേ RP എല്ലാ എക്സ്പീരിയൻസ്, ഗൺ പവർ ഉണ്ട്, അത്യാവശ്യം നല്ല ഗൺ പവർ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ RPയിലും അത്യാവശ്യം നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതോടുള്ള ആളാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ടൈമിൽ ഇത് ചെയ്യണം എന്ന് തോന്നി. സോ വി ആർ വെൽക്കമിങ് KVA അമ്മുക്കുട്ടി ടു TVA as TVA വില്ലൻ. വില്ലൻ ബ്രോ, വെൽക്കം ടു TVA. My life, my rules, my style, my attitude. You love me or hate me, I don't care. ബ്രോ, വെൽക്കം ടു TVA. താങ്ക് യു. അപ്പം അല്ല അമ്മ പറഞ്ഞൊരു ഒരു കാര്യം പറയണ്ട. അമ്മുക്കുട്ടി അല്ല, അമ്മുക്കുട്ടി അല്ല, ഞാൻ പറഞ്ഞത് വി ആർ വെൽക്കമിങ് KVA അമ്മുക്കുട്ടി ടു TVA as TVA വില്ലൻ എന്നാ പറഞ്ഞേ. വില്ലൻ ബ്രോ ഇവിടെ TVA ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ TVA വില്ലൻ എന്നുള്ള രീതിയിലത്തെ ഒരു മെയിൽ ക്യാരക്ടർ ആയിരിക്കും കളിക്കുന്നത്.
അമ്മുക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ സിറ്റിസൺ ആയിട്ട് കളിക്കും. ഓക്കെ, സിറ്റിസൺ ആയിട്ട് കളിക്കും അമ്മുക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ. അല്ലാതെ ഈ പറയണത് പോലെ ടി വിയിൽ നമ്മൾ ഓൾറെഡി ഗേൾ ക്യാരക്ടേഴ്സ് ഇല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതുകൊണ്ട് വില്ലൻ ബ്രോ മെയിൽ ക്യാരക്ടറായിട്ട് തന്നെയായിരിക്കും കളിക്കാൻ പോകുന്നത്. എന്തായാലും ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം, ഈ റിക്രൂട്ട്മെന്റ് ഒരിക്കലും ഇനാക്ടിവിറ്റി എന്നൊരു കാര്യം നിങ്ങൾ ഒരിക്കലും പറയത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം പുള്ളി RP നിർത്തിയിട്ട് 1 വർഷമായി. 1 വർഷം ആവുന്നില്ലേ വില്ലൻ ബ്രോ? 1 വർഷം ആറല്ലേ? 1 വർഷമായി RP നിർത്തിയിട്ട്. 1 വർഷമായിട്ട് RP നിർത്തിയിട്ടും ഈ പറയണത് പോലെ ആ ചാനല് ആക്റ്റീവായിട്ട് ഈ പറയുന്ന PUBGയും ബാക്കി എല്ലാ സ്ട്രീമും ഇതൊക്കെ ചെയ്ത് 1 വർഷമായിട്ട് ചാനൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ഹാർഡ് വർക്കും എഫേർട്ടിനും ഒക്കെ നമ്മളൊരു വാല്യൂ കൊടുത്തു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. വേറെ അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. ആൻഡ് വില്ലൻ ബ്രോ, വെൽക്കം ടു TV. എന്താണ് പറയാനുള്ളത്? പറയാൻ എന്താണുള്ളത് ഞാൻ എന്താ പറയാൻ, ഇനി പറയാനുള്ളല്ലോ നീ പറഞ്ഞില്ലേ. എന്നാലും നമ്മള് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഇനി വില്ലൻ ബ്രോ കുറച്ച് ദിവസത്തേക്ക് കുറച്ച് സത്യം പറഞ്ഞാൽ എല്ലാരും എനിക്ക് RP കളിക്കണമെന്നുണ്ടായിരുന്നു. എന്താണ് അമ്മുക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് എനിക്ക് പറ്റുന്നില്ല, സീരിയസ്ലി പറ്റുന്നില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ പിന്നെ വേറെ മാർഗം എന്ന് പറഞ്ഞാൽ മെയിൽ ക്യാരക്ടറായിട്ട് വരിക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് വേറൊരു അമ്മുക്കുട്ടി എന്ന് പറഞ്ഞ് വേറൊരു ക്യാരക്ടർ അല്ലാണ്ട് വേറൊരു ഗേൾ ക്യാരക്ടർ കളിക്കാനും താല്പര്യമില്ല. അപ്പം അവൻ ഇന്നലെയാണ് എന്നെ സത്യം പറഞ്ഞ ഈഗിൾ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഓക്കെ ഏതെങ്കിലും ഒരു മെയിൽ ക്യാരക്ടറായിട്ട് തന്നെ കയറാം, അങ്ങനെ നോക്കാന്ന് ഓർത്തു. ഞാൻ ഇന്നലെയാണ് ശരിക്കും പറഞ്ഞത്, ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ലൈക്ക് ഇന്നലത്തെ PUBG ലൈവ് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്കങ്ങ് പൊട്ടി, എനിക്കങ്ങ് കേറിയപ്പോഴത്തേക്കിന് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളെ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ പറയണത് പോലെ ഗ്യാങ്ങില് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്കിന് ഞാൻ രാത്രി തന്നെ സംസാരിച്ചിട്ട് ഇതാക്കിയതാണ്. മിന്നി അങ്ങനെ മുതുക്കളുടെ എണ്ണം 2ആയി. താങ്ക് യു. 3. ഇത് സത്യം പറഞ്ഞാൽ നമ്മള് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റേ ഇതാവും കേട്ടോ. നമ്മള് വയസ്സാകുമ്പോ ആൾക്കാരെ കൊണ്ടാക്കുമല്ലോ, സ്വാതന്ത്ര്യ സദനം വൃദ്ധസദനാക്കി കൊണ്ടുകൊണ്ടിരിക്കുക. ഈകളപ്പൊ ഒരു കാര്യം കേട്ടോ, വിലപ്പം ആ ക്യാരക്ടർ തന്നെ ആയിരിക്കോ? ഓ വിഷയം ബ്രോ, കൺഗ്രാറ്റ്സ്, അടിപൊളി. വില്ലംബ്രോയുടെ ചാറ്റിൽ ഫസ്റ്റ് ടോക്സിക് കമന്റ് ഒരുപാട് വരും. നെവർ മൈൻഡ് വില്ലംബ്രോ, അത് ഞങ്ങൾക്കും ഞങ്ങളുടെ സൈഡിൽ നിന്നും പറയാനുള്ളതാണ്. ആൻഡ് ഒരു കാര്യം ഗൈസ്, നമ്മൾ ഓൾറെഡി ഇത് വില്ലംബ്രോ ബ്രാവോടൊക്കെ സംസാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അവരുടെ അടുത്തൊക്കെ കാര്യം ഇൻഫോം ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അല്ലാതെ വില്ലംബ്രോയ്ക്ക് അവിടെ കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരുടെ അടുത്തെല്ലാം കാര്യം പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അല്ലാതെ ഒരു കുഴപ്പമില്ലെന്ന് ഓൾറെഡി പറഞ്ഞു. അതില് ഇനി അവിടെ ഞാൻ ഓൾറെഡി ബ്രാവോട് സംസാരിച്ചാണ്. എനിക്ക് സംസാരിക്കണമെന്നുണ്ട്, ഞാൻ അവനോട് സംസാരിച്ചു. അവനോട് ഞാൻ പറഞ്ഞു ഇതുപോലെയാണ് കാര്യങ്ങള്. അപ്പൊ വിഷയമല്ലേ? അപ്പൊ ഓൾറെഡി സംസാരിച്ച് സെറ്റ് ആക്കിയിട്ടാണ് ഇവിടോട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പം ലൈക്ക് ഇതിന്റെ ഇടയ്ക്ക് ബ്രെയിൻഡഡ് ആയിട്ടുള്ള കുറച്ച് വ്യൂവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അടി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ലൈക്ക് ഈ പറയണ പോലെ വില്ലംബ്രോയുടെ അതിനകത്താണേലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇത് വരും. അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മൾ അത് മൈൻഡ് പോലും ചെയ്യണില്ല. ലൈക്ക് പപ്പടത്തിന്റെ കേസിലാണെങ്കിലും നമ്മൾ കുറെ ഇത് കണ്ടതാണ്. പക്ഷെ അതുപോലെ അല്ല ഇത് ആക്ച്വലി എല്ലാം പറഞ്ഞ് അവിടെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം എടുത്തൊരു തീരുമാനമാണ്. ഓക്കെ.